الحمد لله نحمده ونستعينه ونستهديه ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله فان خير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة أيها الناس أوصيكم بعباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹുവിന്റെ നിയമവിധികൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വീടും പരിസരവും നമ്മുടെ ശരീരവും നമ്മുടെ മറ്റു ചുറ്റുപാടുകളും വൃത്തിയാക്കുന്നത് പോലെ തന്നെ എപ്പോഴും വൃത്തിയായി ഇരിക്കേണ്ട ഒരു ഇടമാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്. നാം സൂക്ഷിക്കുക. നാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഉൾക്കൊള്ളുന്ന ഭക്ഷണം വളരെ കൃത്യമായി കഴിക്കുന്നവരാണ്. ഭക്ഷണം കൃത്യമായി കഴിക്കാതെ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരം ക്ഷീണിക്കുകയും ക്ഷയിക്കുകയും പ്രവർത്തനക്ഷമമല്ലാതെ ആവുകയും ചെയ്യാറുണ്ട്. നമ്മുടെ കർമ്മശേഷി നമ്മുടെ ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയാണ് നിലകൊള്ളുന്നത്. ഇപ്രകാരം തന്നെ നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായ പോഷകങ്ങൾ വളരെ കൃത്യമായി ലഭിക്കാതെ വന്നാൽ അതിനും ക്ഷയവും ക്ഷീണവും ഉണ്ടാകുന്നത് യാഥാർത്ഥ്യമാണ്. ചില സന്ദർഭത്തിൽ ചില ആളുകൾ പറയാറുണ്ട്, തെറ്റുകൾ നിർത്തണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭാത നമസ്കാരത്തിന് സുബഹി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും എഴുന്നേൽക്കാൻ അയാൾക്ക് കഴിയാതെ പോകും. അല്പനേരവും കൂടി ആവട്ടെ എന്ന ചിന്തയിൽ അയാൾ കിടന്നുറങ്ങുകയും സുബഹി നമസ്കാരത്തിന് ശേഷം ഉണരുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. പലപ്പോഴും യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി നമ്മുടെ ആത്മാവിന് നമ്മുടെ ഹൃദയത്തിന് ലഭിക്കേണ്ട ഭക്ഷണം പോഷണം ലഭിക്കാതെ വരുന്ന സന്ദർഭത്തിൽ പൈശാചികതയ്ക്കെതിരെ പോരാടുവാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയെ സ്വയം നിയന്ത്രിക്കുവാനുള്ള ശേഷി നമുക്ക് കുറഞ്ഞു പോകുന്നു എന്നതാണ്. തെറ്റുകൾ ആവർത്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ കടുത്തു പോകും. അതൊരു അൺകോൺഷ്യസ് പ്രോസസ്സാണ്, നാം അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി, ഒരു പാട് വീഴുന്നു. അവൻ അത് അപ്പോൾ തന്നെ കഴുകിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ച് ഞാൻ ചെയ്തു പോയല്ലോ, തെറ്റായി പോയല്ലോ എന്ന് വിചാരിച്ച് അതിൽ പശ്ചാത്തപിക്കുകയാണെങ്കിൽ, അല്ലാഹുവിനോട് തൗബ തീർക്കുകയാണെങ്കിൽ അത് മായ്ക്കപ്പെടും. എന്നാൽ അത് ആവർത്തിക്കുകയാണെങ്കിൽ വീണ്ടും പുള്ളികൾ വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അയാളുടെ ഹൃദയം കറുത്തു പോകും അല്ലെങ്കിൽ കടുത്തു പോകും. പിന്നീട് നന്മകൾ ചെയ്യുവാനുള്ള ആവേശം വളരെ കുറവായി, അതിനോടുള്ള താല്പര്യം വളരെ കുറവായി. എന്നാൽ തിന്മകൾ ചെയ്യുവാനുള്ള ഒരു അഭിനിവേശം അയാളിൽ നിലനിൽക്കുകയും ചെയ്യും. ഇവിടെ നമ്മുടെ ഹൃദയങ്ങൾക്ക് ലഭിക്കേണ്ട പോഷണം വളരെ കൃത്യമായി നമുക്ക് നൽകുവാൻ സാധിക്കണം. എന്താണ് ഹൃദയത്തിലുള്ള പോഷണം?
നാം നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ നമുക്ക് വൈറ്റമിൻസും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കലോറികൾ മറ്റു കാര്യങ്ങളും ലഭിക്കുന്നത് പോലെ, പ്രോട്ടീൻ മറ്റും ലഭിക്കുന്നത് പോലെ നാം ചെയ്യുന്ന ചില ആരാധനാകർമ്മങ്ങളിലൂടെ നമുക്ക് തത്വ സൂക്ഷ്മതാബോധം കൈവരുന്നു. ആ സൂക്ഷ്മതാബോധമാണ് യഥാർത്ഥത്തിൽ നന്മയിൽ ചലിക്കുവാൻ, അതിൽ മുന്നോട്ട് പോകുവാൻ നമ്മെ നയിക്കുന്ന കാര്യം. അതില്ലാതെ പോകുന്ന സന്ദർഭത്തിൽ സ്വാഭാവികം നന്മകൾ കുറഞ്ഞു പോവുകയും തിന്മകളുടെ ആധിക്യം ഉണ്ടായിത്തീരുകയും ചെയ്യും. ഇവിടെ വളരെ കൃത്യമായി ഹൃദയത്തിന് ആവശ്യമായ ഭക്ഷണം നൽകുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. നമുക്കറിയാം, ധ്യാനങ്ങളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ധ്യാനം എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് ധ്യാനമോ എന്ന് നാം ചിന്തിച്ചേക്കാം പക്ഷേ ഇസ്ലാമിൽ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായ ധ്യാനങ്ങൾ ഇസ്ലാം അതിന്റെ വിശ്വാസികൾക്ക് നിഷ്കർഷിക്കുന്നുണ്ട്. ധ്യാനത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ വരുന്നത് ഏതെങ്കിലും വനാന്തരങ്ങളിൽ ചെന്നിരുന്ന് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ദൈവസാമീപ്യം തേടുന്ന ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു വ്യക്തി വരികയൊക്കെയായിരിക്കും. പക്ഷേ ഇസ്ലാമിന്റെ ധ്യാനത്തിന് ഏതെങ്കിലും കാട്ടിൽ പോകേണ്ട, മല കയറേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് അയാളുടെ ഭൗതികമായ ഇടപാടുകൾ ഒന്നും തന്നെ തടസ്സം നേരിടാതെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാമിലെ ധ്യാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിലൂടെ നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുവാൻ, ഹൃദയത്തെ നല്ല നിലയിൽ വൃത്തിയാക്കുവാൻ സാഹചര്യം ഒരുക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ചു, നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശേഷിപ്പിച്ചത് മുനാജാത്ത് എന്നാണ്. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ രഹസ്യ സംഭാഷണം. നാമും നമ്മുടെ രക്ഷിതാവും തമ്മിലുള്ള ഒരു രഹസ്യ സംഭാഷണമാണ്. നാം ഒരു സ്വകാര്യം ഒരു വ്യക്തിയോട് പറയുമ്പോൾ മൂന്നാമതൊരാൾ അവിടെ ഉണ്ടാകുന്നത് നമുക്ക് ഇഷ്ടമല്ല. മൂന്നാമത് ഒരാളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അത് സ്വകാര്യം എന്ന് നമ്മൾ പറയുകയും, എന്നാൽ നമസ്കാരത്തിൽ വളരെ കൃത്യമായി നാമും നമ്മുടെ രക്ഷിതാവും മാത്രം നടത്തുന്ന ആ അഭിമുഖ സംഭാഷണത്തിൽ, ആ മുനാജാത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺസെൻട്രേഷൻ നഷ്ടം നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരാൾ നമ്മുടെ ആ സ്വകാര്യത്തിൽ പങ്കാളിയാണ്. അതോടുകൂടി അതിന്റെ കൃത്യമായ ഫലം നമുക്ക് ലഭിക്കാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഏകാഗ്രത ആ കർമ്മത്തിൽ നമുക്ക് ആവശ്യമാണ്. നമസ്കാരത്തിന്റെ ഗുണഗണങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നന്മയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുകയും തിന്മയിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ സഹായകമായ ഒരു ധ്യാനമാണ് പരിശുദ്ധ റമദാൻ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന റമദാനിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല, മറിച്ച് സമൂലമായ രീതിയിൽ നമ്മെ പരിവർത്തിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ്. ആ ആരാധനാ കർമ്മത്തിലൂടെ നാം നേടിയെടുക്കുന്നത് സർവത്ര സൂക്ഷ്മതാബോധമാണ്. വിശുദ്ധ ഖുർആൻ നോമ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഈ കാര്യം പ്രത്യേകം ഉണർത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്താണ് അതിന്റെ ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത, ഭക്തി കൈവരിക്കുവാൻ വേണ്ടി. ഭക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് നന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള പ്രചോദനം നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആ ഭക്തി. ഭക്തിയാണ് നമ്മെ നന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. നമസ്കാരം ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യണമെന്നല്ല, മറിച്ച് വളരെ ഭക്തിയോട്, തഖ്വയോട്, സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, ഭക്തിയുള്ളവരാണ്. ഏതൊരു കർമ്മവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഭക്തിയോടുകൂടിയാണ് നാം ആചരിക്കേണ്ടത്. പ്രത്യേകിച്ച് റമദാൻ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രക്ഷിതാവുമായിട്ടുള്ള ഒരു രഹസ്യ ഇടപാടാണ്. ആ വ്യക്തിക്കും അവന്റെ രക്ഷിതാവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. മറ്റു ആരാധനകർമ്മങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയും. നോമ്പ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയും അവന്റെ രക്ഷിതാവും മാത്രം അറിയുന്ന കാര്യമാണ്. അവിടെ ഒരു മനുഷ്യന് നാട്യങ്ങളിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് അഭിനയിച്ച് കാണിക്കാം, പക്ഷേ അതുകൊണ്ട് പ്രത്യേകമായ കാര്യമില്ലല്ലോ. നോമ്പ് ആ രക്ഷിതാവിനോടുള്ള നമ്മുടെ കണക്ഷൻ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് എല്ലാ നിലക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ പോഷണം നൽകുന്ന രീതിയിലായിരിക്കും. ഇതുപോലെ തന്നെ മറ്റു ചില ധ്യാനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പാരായണം അത് മഹത്തായ ഒരു ധ്യാനമാണ്. ഖുർആൻ പാരായണത്തിലൂടെ
വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പഠിക്കുന്നതിലൂടെ, അത് ആശയങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ, അതിനെക്കുറിച്ചുള്ള റിസർച്ച് നടത്തുന്നതിലൂടെ, അന്വേഷണങ്ങൾ നടത്തുന്നതിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ധ്യാനം. അപ്രകാരം തന്നെ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ വസ്തുക്കളെ കുറിച്ചുമുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ധ്യാനത്തിന് മറ്റൊരു രീതിയാണ്. വിശുദ്ധ ഖുർആൻ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരുപാട് ആയത്തുകൾ നമുക്കാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ സമാനമായ ഈ റമദാൻ അത് എല്ലാ നിലക്കും നമ്മളിൽ മാറ്റമുണ്ടാക്കാൻ സഹായകമാണ്. നമ്മൾ ആലോചിച്ചു ശീലങ്ങൾ മാറ്റിയെടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ, ആധുനിക സൈക്കോളജി ഒക്കെ വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമായി എടുത്താൽ കാണുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന് നല്ല ശീലം ഉണ്ടാക്കുന്നതും ദുഷിച്ച ഒരു ശീലം മാറ്റിയെടുക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന ലോക പ്രശസ്തമായ വളരെയധികം ലോകത്തിൽ വിറ്റഴിക്കപ്പെട്ട ഒരു ബുക്കുണ്ട്. അതിൽ പരാമർശിക്കുന്നത് മനുഷ്യനിൽ എങ്ങനെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാം, അതുപോലെ തന്നെ എങ്ങനെ ദുശ്ശീലങ്ങൾ വർജിക്കാമെന്നുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ദുശ്ശീലങ്ങളോട് രാജിയാവാനുമുള്ള ഒരു സുവർണാവസരമാണ് റമദാൻ അവരുടെ മുന്നിലെത്തിക്കുന്നത്. നമുക്കറിയാം, പ്രഭാതത്തിൽ പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിന് മുമ്പ് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ശീലത്തിൽപ്പെട്ട കാര്യമല്ല. ആ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ നാം എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നു, ഒരു പുതിയ ശീലം നാം ആർജിക്കുകയാണ്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ദീർഘമായ നേരം നമസ്കരിക്കുവാൻ പല ആളുകളും വിമുഖത കാണിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരിൽ അത്തരത്തിലുള്ള ഒരു നല്ല ശീലം ഇസ്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ്. ആളുകളോട് മാന്യമായി പെരുമാറുക, നല്ല സൽസ്വഭാവം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാം മനുഷ്യരിൽ വരുത്തുന്ന പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ഇസ്ലാമിന്റെ സ്ഫുരണമാണ്. അവിടെ അത് സംഭവിക്കുവാൻ വളരെയധികം സഹായകമാണ് പരിശുദ്ധ റമദാൻ. ഇങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലേക്കും വളരെ കൃത്യമായ വെളിച്ചം വീശുന്ന, എല്ലാ മേഖലകളിലും വളരെ കൃത്യമായ പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു കർമ്മമാണ്. നമ്മൾ ആലോചിച്ചു, നോമ്പുകാരനായിരിക്കും ഒരു വ്യക്തി മറ്റൊരാളുടെ ശക്തങ്ങളെ കലഹിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായി, ഒരു മനുഷ്യനെ പരിശീലിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല സംസാരം എന്നുള്ളത്. ഒരാൾക്കോട് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയാൻ ഒരു രീതിയുണ്ട്. അയാൾക്ക് ഇഷ്ടമില്ലാത്തതായതുകൊണ്ട് അയാളോട് പറയാതിരിക്കുക എന്നല്ല, പറയേണ്ടത് തന്നെ. പക്ഷെ അവിടെ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ മാന്യമായി അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുവാൻ അയാൾക്ക് കഴിയേണ്ടത്. അതോടൊപ്പം തന്നെ മോശന്മാരായ ആളുകൾ, പ്രത്യേക വിവേകമില്ലാത്ത ആളുകൾ, അവരോട് ഇടപെടുന്ന രീതിയിൽ ഏത് രീതിയിലാണ് ഇടപെടേണ്ടത്, ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത്, അനാവശ്യമായ സംസാരങ്ങളോട് എന്ത് ഗുണപരമായ മാർഗമാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്, ഇങ്ങനെ പല മേഖലകളിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സംസാരം എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നോമ്പിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പറയുകയുണ്ടായി, നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായിരിക്കെ അയാളോട് ഒരിക്കലും ഒത്തുപൊട്ടിയ വർത്താനം എന്ന് പറഞ്ഞാൽ നിലവാരമില്ലാത്ത ഒരു വർത്താനം അയാളിൽ നിന്നുണ്ടാവരുത്. അയാൾ അട്ടഹസിക്കരുത്, ഭയങ്കരമായി അട്ടഹസിച്ച് സംസാരിക്കുന്ന ഒരു യെല്ലിംഗ് ടൈപ്പ് രീതിയിൽ, ചിലപ്പോൾ കുട്ടികളോട് മറ്റൊക്കെ മുതിർന്നവർ അനുവർത്തിക്കുന്ന ഒരു രീതി അതൊരിക്കലും ഉണ്ടാകരുത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നത്, ഒരാൾ നോമ്പുകാരനായ വ്യക്തിയെ ചീത്ത പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ഷമിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പറയുകയാണെങ്കിൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ നോമ്പുകാരനായ ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളെ സംസാരിക്കുവാൻ, മാന്യമായി ഇടപെടുവാൻ അവിടെ നമ്മെ പരിശീലിപ്പിക്കുകയാണ് റമദാൻ. ഇനി നോക്കൂ, മഹാനായ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു വ്യക്തി നോമ്പുകാരനാണ്, പക്ഷേ അയാൾ കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അയാളുടെ സംസാരത്തിൽ, അയാളുടെ കർമ്മങ്ങളിൽ ആ നോമ്പിന്റെ അനുരണനം, ആ നോമ്പിന്റെ ഗുണപരമായ വശങ്ങൾ ഉണ്ടാകുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു. മല്ലം ഖൗല സൂർ വൽ അമൽ ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അയ്യദഅ തആമുഹു വശറബഹു. ഒരാൾ മോശമായ വാക്കുകൾ, അസത്യവാക്കുകൾ അതൊന്നും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അയാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമുള്ള കാര്യമില്ല. അപ്പോൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പ് രക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ സംസാരങ്ങൾ, അയാളുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ, അയാളുടെ മറ്റു ഇടപാടുകളിലൊക്കെ തന്നെ അതിന്റെ സ്വാധീനം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ നോമ്പ് നമ്മെ ആ രംഗത്ത് പരിശീലിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ എല്ലാ മേഖലകളിലും നമുക്ക് വളരെ വലിയ മാറ്റമുണ്ടാകാൻ സഹായകമായ ഒരു ആരാധനാക്രമമാണ് റമദാൻ. നമ്മൾ ആലോചിച്ചു, ഇതര മനുഷ്യരോടുള്ള നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മുടെ സമീപനങ്ങൾ നമ്മെപ്പോലെ സമൂഹത്തിൽ
ജീവിക്കുന്ന നമ്മെ പോലെ പഞ്ചവും മാംസവുമുള്ള അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ, വേദനകൾ, വിവിധ തരത്തിലുള്ള ഇമോഷൻസ് ഉള്ള ആളുകൾ, അവരോടുള്ള നമ്മുടെ സമീപനം എന്താ? സമൂഹത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന അശരണരായ ആളുകളെ ഏത് രീതിയിലാണ് നാം സമീപിക്കുന്നത്? നോക്ക് വളരെ കൃത്യമായി അവിടെ ഇടപെടുന്നത്. വിശുദ്ധ ഖുർആൻ പരിശുദ്ധ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ അതിനോടനുബന്ധിച്ച് തന്നെ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യണമെന്ന് പരാമർശിക്കുന്നത് അത് ഇപ്രകാരമാണ്: അയ്യാമു മഹ്ദൂദാത്ത്, ചില എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നോമ്പ് നിങ്ങൾക്കുള്ളത്. ഫമൻകാനും മരീദൻ ഔ അലാ സഫരി, ഈ ദിനരാത്രങ്ങളിൽ നിങ്ങളിൽ ഒരാൾ രോഗിയോ അല്ലെങ്കിൽ യാത്രക്കാരനോ ആയാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ അത് നോറ്റി വീട്ടിക്കൊള്ളണം. റമദാൻ മാസത്തിൽ നോമ്പ് ഒരു യാത്രക്കാരനായ വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നോമ്പ് എടുക്കാൻ പ്രയാസപ്പെടുന്ന തരത്തിലുള്ള രോഗമുണ്ടാകുന്ന വ്യക്തി, യാത്ര എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് യാത്ര വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വിദേശത്ത് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എയർപോർട്ടിൽ ചെന്ന് എമിഗ്രേഷനിലൂടെ മറ്റും കടന്നു പോകുകയുള്ളൂ. നോമ്പ് തുറക്കുന്ന ഘട്ടത്തിലാണ് അയാളുടെ കടന്നുപോക്ക്, അയാളുടെ പരിശോധനയും മറ്റുമെങ്കിൽ അതിന് ചില തടസ്സങ്ങളുണ്ടാവും, അവിടെ ഇളവുകളും. ഇതുപോലെയുള്ള മറ്റു പല മേഖലകളിലും നമുക്ക് കാണാൻ കഴിയും. ദീർഘമായ യാത്ര, ട്രെയിനിലും മറ്റൊക്കെ യാത്ര ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് തുറക്കുവാൻ ആവശ്യമായ ഭക്ഷണം ചില സന്ദർഭത്തിൽ ലഭിച്ചുകൊള്ളുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ നോമ്പ് ഒഴിവാക്കുവാനുള്ള അനുവാദമുണ്ട്. അതുപോലെ തന്നെ രോഗം, ചിലപ്പോൾ മരുന്ന് നിർബന്ധമായി കഴിക്കേണ്ട ഘട്ടങ്ങളുണ്ടാകും. അവിടെയൊക്കെ തന്നെ അവിടെ നോമ്പ് ഒഴിവാക്കുവാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അത്തരം ആളുകൾ റമദാനിലല്ലാത്ത മറ്റു മാസങ്ങളിൽ അത് നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ, വീട്ടിക്കൊള്ളട്ടെ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ, ചില ആളുകൾക്ക് ഒരിക്കൽ നോമ്പ് എടുക്കുവാൻ സാധ്യമല്ലാത്ത ആളുകൾ, പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ ശാരീരിക അവശത കൊണ്ട് നോമ്പ് എടുക്കുവാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അത്തരം ആളുകൾ എനിക്ക് ഇങ്ങനെ പ്രയാസമാണല്ലോ എന്ന് വിചാരിച്ച് നോമ്പ് ഒഴിവാക്കുക ചെയ്യുന്നത് കൊണ്ട് അയാളുടെ ബാധ്യത തീരുന്നില്ല. ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു ഫിദിയത്തുൻ തുആമു മിസ്കീൻ, അഗതിയായ ഒരു വ്യക്തിക്ക് ഭക്ഷണം നൽകുക. നമ്മൾ ആലോചിച്ച് ഒന്നുകിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ വിശപ്പ്, ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം തിരിച്ചറിയുക എന്നുള്ളതാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഈജിപ്തിന്റെ ഖജനാവ്, അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശേഷിയുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ഖജനാവിന്റെ ഉടമയാണ്, അതിന്റെ അധികാരികൾ. അദ്ദേഹം കൂടുതൽ സമയം പട്ടിണി കിടക്കുന്നതായിട്ട് ഒരാൾക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം ചോദ്യത്തിലാണ് താങ്കൾ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്, സമൂഹത്തിലെ പട്ടിണി കിടക്കുന്ന ആളുകളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കാതെ പോകുമോ അല്ലെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുമോ എന്ന ചിന്തയാണ് എന്നെ ഇങ്ങനെ പട്ടിണി കിടക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളായ ആളുകൾ, അവർക്ക് അന്നം ലഭിക്കുന്നുണ്ടോ, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന അന്വേഷണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമൂഹ്യ ബാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിൽ വയറ് നിറച്ചെന്ന് ഉണ്ണുന്നവൻ വിശ്വാസിയാണ്. അതൊരു സാമൂഹ്യ ബാധ്യത. അങ്ങനെ ആളുകൾ പട്ടിണി കിടക്കുന്നത് ഞാൻ തിരിച്ചറിയാതെ പോകുമോ എന്ന ചിന്തയാണ് എന്നെ ഇങ്ങനെ പട്ടിണി കിടക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ ആ മറുപടി. ഇവിടെ ഇതുപോലെ തന്നെയാണ് സമൂഹത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ മറ്റ് ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം നമ്മൾ അതിനോട് പ്രാധാന്യം പ്രാപിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടാണ്. മറ്റു ഭൗതികമായ പല കാര്യങ്ങളും പ്രധാനപ്പെട്ടാണ്. എന്നാൽ അയാളുടെ എക്സിസ്റ്റൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം. അന്നം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് അസഹ്യമാണല്ലോ. ഒരു നേരം ഭക്ഷണം ലഭിക്കാതെ വരുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. നമ്മുടെ പല ആളുകളും അവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ഇന്നത്തെ ആധുനിക രോഗങ്ങൾ മൂലം പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അളവ് കുറക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഭക്ഷണം ലഭിക്കാതെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കൊതിച്ചിട്ട് അത് ലഭിക്കാതെ പട്ടിണി കിടക്കുന്ന ആളുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അത്തരം ആളുകൾ ലോകത്തെപ്പാടുമുണ്ട്. അവരെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മളിലേക്ക് ഉണ്ടാകുന്ന ഒരു ഘടകമാണ് നോമ്പ് എന്നത്. എങ്ങനെയാണ് ഇത് സഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചിന്ത നമ്മളിലേക്ക് എത്തുന്ന കാര്യമാണ്. നമ്മൾ ആലോചിച്ച് പത്രങ്ങളും മറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫലസ്തീനിലും മറ്റുമുള്ള കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത്. ഭക്ഷണം കൊടുത്തതിന് ശേഷം വലിയ ചെമ്പുകൾ, അതിൽ കാണുന്ന ചെറിയ വറ്റുകൾ, അത് തുടച്ചു കഴിക്കുന്ന ദയനീയമായ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എത്രമാത്രം വിശപ്പ് അവർ അനുഭവിക്കുന്നത്. ആ വിശപ്പിന്റെ വിളി എന്താണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് റമദാൻ. അതുകൊണ്ട് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നു,
നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ അനുഷ്ഠിക്കുക. ആ പട്ടിണിയുടെ ആ പ്രയാസങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിലോ അഗതിയായ, അതായത് പട്ടിണി കിടക്കുന്ന വിശക്കുന്ന ഒരാളെ നിങ്ങൾ ഭക്ഷിപ്പിക്കുക എന്നതാണ് അവിടെ വിധിയായ. ഇവിടെ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ വേറെ ചില തെറ്റുകൾക്കും ശിക്ഷയായി ഇതേ കാര്യം തന്നെ പരാമർശിക്കുന്നത്. നോക്കൂ, ശപഥം ചെയ്യുന്നു ചില ആളുകൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ശപഥം ചെയ്തതിനു ശേഷം അത് ലംഘിക്കുകയാണെങ്കിൽ അവിടെ പ്രായശ്ചിത്തമുണ്ട്. അതിന്റെ പ്രായശ്ചിത്തം വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലൂടെ വിശദീകരിക്കുന്നത്. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും. ഏതെങ്കിലും തരത്തിൽ വലിയ കാര്യമില്ലാതെ നിങ്ങൾ ശപഥം ചെയ്യുന്നതിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. വലാകിൻ യുആഖിദുകും ബിമാ അഖദതുൽ അയ്മാൻ. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശക്തമായ ശപഥം എടുക്കുകയും എന്നിട്ട് അത് ലംഘിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ 10 ആളുകളെ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ എങ്ങനെയാണോ ഭക്ഷിക്കുന്നത്, എല്ലാ ദിവസവും നമ്മുടെ കുടുംബങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം നൽകുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതിനൊരു മധ്യമ നിലപാടുണ്ട്. പറ്റ മോശമാകാതെ അല്ലെങ്കിൽ വളരെ ഉന്നതമാകാതെ അതിനൊരു മധ്യമ സമീപനം സ്വീകരിച്ചുകൊണ്ട് 10 ആളുകളെ നിങ്ങൾ ഭക്ഷിപ്പിക്കണം എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഭക്ഷണം ലഭിക്കാതെ വന്നാലോ അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകണം, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. ഇനി ഇതൊന്നും നടക്കാത്ത ഒരു കാര്യമാണെങ്കിൽ 3 ദിവസം നോമ്പനുഷ്ഠിക്കണം. അപ്പൊ ഒന്നുകിൽ നോമ്പനുഷ്ഠിക്കുക, ആ വിശപ്പ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇതിന്റെ പ്രായശ്ചിത്തമായി അല്ലാഹുവിടെ നിശ്ചയിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഹറാമിൽ ഹജ്ജ് വേളയിൽ അത് ഹുറുമായിരിക്കുന്ന സന്ദർഭത്തിൽ, ഇഹ്റാമിലായിരിക്കുന്ന സന്ദർഭത്തിൽ വേട്ടയാടാൻ പാടില്ല. അവിടെ വെച്ച് ഒരാൾ വേട്ടയാടിയാൽ ഉണ്ടാകുന്ന കാര്യം എന്താണ്? അവിടെയും ഇതുപോലെ പ്രായശ്ചിത്തം കൊടുക്കണം. എങ്ങനെയാണ് ആ പ്രായശ്ചിത്തം നിർവഹിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത്. അവിടെയും പാവപ്പെട്ടവരെ ഭക്ഷണം നൽകണം, അല്ലെങ്കിൽ അതിന് തുല്യമാകുന്ന രീതി നോമ്പനുഷ്ഠിക്കണം. അപ്പോൾ നോമ്പും ഈ കഫാറത്തും എപ്പോഴും ചേർത്ത് പറയുന്നതായി കാണുന്നത് ഇസ്ലാമിൽ വളരെ വലിയ ഒരു കാര്യമാണ്. ലിഹാദ് എന്ന ഒരു രീതിയിലുണ്ടായ ഒരു സംഭവം, ഒരു ചരിത്ര പശ്ചാത്തലം വരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു മുജാദില എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നത്. ഒരു വ്യക്തി തന്റെ ഭാര്യ തനിക്ക് ഉമ്മയെ പോലെയാണ് എന്ന് പറയുന്നതാണ് ലിഹാദ് എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പറയുകയും പിന്നീട് അയാൾക്ക് അയ്യോ ഞാൻ പറഞ്ഞു പോയില്ല എന്ന് തോന്നലുണ്ടാവുകയും പിന്നീട് ഭാര്യയെ സമീപിക്കുകയുമാണെങ്കിൽ അവിടെ അയാൾക്ക് അതിന് അനുവാദമില്ല. വളരെ കൃത്യമായി പ്രായശ്ചിത്തം അവിടെയുമുണ്ട്. വിശുദ്ധ ഖുർആൻ അതിപ്രകാരം പറയും, ആരെങ്കിലും ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലിഹാദ് ചെയ്യുകയും എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് അയാൾ പറഞ്ഞതിൽ നിന്ന് അയാൾ പിന്തിരിയുന്നു. അയാൾക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു പോയി, നീ എന്ത് ചെയ്യും എന്ന് തോന്നുകയും എന്നിട്ട് ഭാര്യയെ സമീപിക്കാൻ തയ്യാറാവുകയുമാണെങ്കിൽ അവിടെ അവർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു അടിമയെ മോചിപ്പിക്കണം. അതാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയും. ഇനിയോ അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ല, അത് വളരെ വലിയ ചെലവുള്ള കാര്യമാണ്. ഇനി ആരെങ്കിലും അങ്ങനെ ഒരു അടിമയെ മോചിപ്പിക്കാനുള്ള സാമ്പത്തിക അവരില്ല എങ്കിൽ 2 മാസം തുടർച്ചയായി അവൻ നോമ്പനുഷ്ഠിച്ചുകൊള്ളട്ടെ. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്. ഇനിയോ ഇനി ഇതിനൊരാൾക്ക് സാധിച്ചില്ല എങ്കിൽ അവൻ 60 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത്. അപ്പൊ ഇവിടെയൊക്കെ പ്രായശ്ചിത്തത്തെ ബന്ധിപ്പിക്കുന്നത് ഒന്നുക നോമ്പ് അല്ലെങ്കിൽ അഗതിക്ക് ഭക്ഷണമാണ്. ഇത് പരസ്പരം ബന്ധിപ്പിക്കാണ്. ഒരാളുടെ വിശപ്പ് വളരെ പ്രധാനപ്പെട്ടത്. ഒന്നുക നിങ്ങൾ വിശപ്പ് അനുഭവിച്ച് ഇത്തരം വിശപ്പ് അനുഭവിക്കുന്ന ആളുകളോട് താതാത്മ്യപ്പെടണം, അല്ലെങ്കിൽ അങ്ങനെ വിശപ്പ് അനുഭവിക്കുന്ന ആളുകൾക്ക് ആ വിശപ്പ് അകറ്റുവാനുള്ള മാർഗം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ പറയുന്നത്. നമ്മൾ ആലോചിച്ചു, ഒരു ശിക്ഷയായിട്ടാണ് അവർക്ക് ഭക്ഷണം നൽകുവാൻ പറയുന്നത്. ഇത് നമ്മെ റമളാൻ ഈ രീതിയിലാണ് നമ്മെ പരിവർത്തിക്കുന്നത്. സമൂഹത്തിലെ മുഴുവൻ ആളുകളും എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ കുറിച്ച് അന്വേഷിക്കുവാൻ, അവർക്ക് ആവശ്യമായ
ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ. അത് ചിലപ്പോൾ ഭക്ഷണമാകാം, ചിലപ്പോൾ വീടാകാം, അല്ലെങ്കിൽ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരുന്നാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നമ്മുടെ സാമ്പത്തികമായോ അല്ലെങ്കിൽ ശാരീരികമായോ നമ്മുടെ സാന്നിധ്യവുമാകാം. അവിടെയൊക്കെ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് നോമ്പ് നൽകുന്ന വലിയ ഒരു സന്ദേശമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മെ മുഴുവനായും പരിവർത്തിക്കുന്ന ഒരു ആരാധനാ കർമ്മമാണ്. ആ നോമ്പ് വളരെ പരിശുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുവാൻ, അങ്ങനെ നേരത്തെ നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയാന്തരാളങ്ങളെ നല്ല കഴുകി വൃത്തിയാക്കുന്നത് പോലെ തന്നെ അതിന് പരിപോഷണം നൽകുന്ന ഭക്തിയും തത്വയും ഉണ്ടാക്കുന്ന രീതിയിൽ നോമ്പ് അനുഷ്ഠിക്കുവാൻ മാനസികമായ സന്നദ്ധത നാം കൈവരിക്കുക. അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമങ്ങളിലും ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. ഏതൊരു കാര്യത്തിന്റെയും പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്നത് അത് ചെയ്യുന്ന വ്യക്തിയുടെ ഉദ്ദേശവും ലക്ഷ്യവും അനുസരിച്ച്. റമദാൻ നമ്മുടെ മുമ്പിൽ സമാഗതമാകുന്ന ഈ സന്ദർഭത്തിൽ ഒരു മാസം വരാനുണ്ട്, ആ മാസത്തിൽ ഞാൻ പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ എന്ന ചിന്തയോ അല്ലെങ്കിൽ അതിനോട് പ്രത്യേകമായ മമതയോ ഇല്ലാതെ, അല്ലെങ്കിൽ സമൂഹം ഇത് നിർവഹിക്കുന്നു അതുകൊണ്ട് ഞാൻ നിർവഹിക്കുന്നു എന്ന ചിന്തയോടുകൂടി അതിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കേവലം പട്ടിണി കിടക്കൽ മാത്രമാകും എന്ന ബോധ്യം നമുക്കുണ്ടാകും. നമ്മുടെ നിയ്യത്ത് വളരെ കൃത്യമായിട്ടാണ്. കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഹദീസ് പല സന്ദർഭങ്ങളിലായി നാം കേട്ടിട്ടുണ്ടാകും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ ലഹു. എല്ലാ കർമ്മങ്ങളും വിലയിരുത്തപ്പെടുന്നത് നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഓരോ മനുഷ്യരും എന്ത് ലക്ഷ്യം വെച്ചോ അതാണ് അവന് ലഭിക്കുന്നത്. നോമ്പ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രീതിയായിരിക്കണം, അല്ലാഹുവിന്റെ പ്രതിഫലമായി. പലപ്പോഴും ഭൗതികമായ ഒരുപാട് ലക്ഷ്യങ്ങൾ നോമ്പിനെ വേണ്ടി അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. ശാരീരിക ക്ഷമ കൈവരിക്കുവാൻ, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ, അങ്ങനെയൊക്കെ അതിന്റെ ചില ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടായേക്കാം. അത് നമുക്ക് ലഭിക്കും, അത് തെറ്റായ ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം അങ്ങോട്ടാകുന്ന സന്ദർഭത്തിൽ ആത്യന്തികമായി അതിൽ നിന്ന് ലഭിക്കേണ്ട ഗുണം നമുക്ക് ലഭിക്കാതെ പോകുമെന്നുള്ള ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും പല ആളുകളും അങ്ങനെ ചിന്ത വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ സമീപിക്കുന്ന ആളുകളുണ്ടാകാം. ചില മുസ്ലിം സുഹൃത്തുക്കളുടെ നോമ്പ് അനുഷ്ഠിക്കുന്നവരുണ്ടാകും, അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. പക്ഷേ വളരെ കൃത്യമായി നോമ്പിന്റെ ഗുണം ലഭിക്കുന്നത് നമ്മുടെ ലക്ഷ്യം നിയ്യത്തിനനുസരിച്ച്. ആ നിയ്യത്ത് അല്ലാഹുവിൽ നിന്നുള്ള പ്രീതി മാത്രമായിരിക്കും, മറ്റു ഭൗതികമായ ഒരു താല്പര്യവും അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കും. ഈ റമദാൻ ആ നിലക്ക് നമുക്ക് സമീപിക്കാൻ സാധിക്കേണ്ടതുണ്ട്. റമദാൻ സമാഗതമാകുന്നതിന് മുമ്പ് തന്നെ മാനസികമായ ഒരു മുന്നൊരുക്കം നാം നടത്തേണ്ടതുണ്ട്. ഓരോ ദിനരാത്രങ്ങൾ അടുത്ത ദിവസത്തിന് നോമ്പിന് വേണ്ടി നാം നിയ്യത്ത് പ്രത്യേകമായി ഉദ്ദേശിക്കുക, മനസ്സിൽ കരുതേണ്ടത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നാണ്. ഉദ്ദേശം എന്ന് പറയുമ്പോൾ അത് പ്രത്യക്ഷത്തിൽ നാവ് കൊണ്ട് നമ്മൾ പറയാറില്ലല്ലോ. നമ്മൾ നമ്മുടെ കുട്ടിയെ തൊട്ടടുത്തുള്ള കടയിൽ പോയി 1 കിലോ തക്കാളി വാങ്ങിക്കൊണ്ടുവരും എന്ന് പറയുമ്പോൾ കുട്ടി പോകുന്നതിന് മുമ്പ് ഞാൻ തക്കാളി വാങ്ങാൻ കടയിലേക്ക് പോകുന്നവയാണെങ്കിൽ എന്ന് പ്രത്യേകമായി ഉച്ചരിക്കാറില്ല. പക്ഷെ അത് മനസ്സിലുണ്ടോ ആ ലക്ഷ്യം? വളരെ കൃത്യമായി ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഏത് നിയ്യത്താണെങ്കിലും, നമസ്കാരത്തിനാണെങ്കിലും മറ്റു ആരാധനാക്രമങ്ങളാണെങ്കിലും നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ആ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്ന ഒരു രീതിയില്ല. എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടിക്കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഉച്ചരിക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ വളരെ കൃത്യമായി അതുണ്ടാവണം. നാളത്തെ ദിവസം അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. അതില്ലാതെ കേവലം നമ്മൾ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ആ രീതിയിൽ രാപ്പകലുകൾ നീങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അതോടൊപ്പം തന്നെ ആ നിയ്യത്ത് പടച്ചവന്റെ പ്രീതിയിൽ മാത്രം അധിഷ്ഠിതമാക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. നോമ്പുകാലം ആയാലും പലപ്പോഴും പല രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും. പ്രത്യേകിച്ച് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് മഹത്തരമായ പ്രതിഫലമുള്ള കാര്യമാണ്. ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നോമ്പ് തുറപ്പിക്കുന്ന സന്ദർഭത്തിൽ അവിടെ പാവപ്പെട്ട ആളുകൾ അവഗണിക്കപ്പെടുകയും നമ്മുടെ പ്രൗഢിയും നമ്മുടെ ദുരഭിമാനം പ്രകടിപ്പിക്കുവാനുള്ള വേദിയായി അത് മാറുകയും ചെയ്യുമ്പോൾ അവിടെ നിയ്യത്തിൽ അതിന്റെ ലക്ഷ്യം തെറ്റുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളുണ്ടാവും, നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളുണ്ടാവും.
എല്ലാവരെയും വിളിച്ച് വലിയ നോമ്പുകൾ സംഘടിപ്പിക്കുന്നതിനേക്കാൾ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെ ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വിളിച്ച് നാം എന്താണോ കഴിക്കുന്നത് അത് അയാൾക്ക് നൽകി അത് മഹത്തരമായ ഒരു കാര്യമാണ്. എന്നാൽ നോമ്പുകൾ പലപ്പോഴും നമ്മുടെ ഭക്ഷ്യമേളകൾക്കുള്ള വലിയ ഒരു മാതൃകയായി മാറുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളോട് വിമുഖത പ്രകടിപ്പിക്കാൻ കഴിയേണ്ടത്. ആളുകളെ വിളിക്കുമ്പോൾ മാന്യമായ ഭക്ഷണം നമുക്ക് നൽകാം. പക്ഷേ അവിടെ നമ്മുടെ ലക്ഷ്യം അയൽപക്കത്തുള്ള നോമ്പുകളേക്കാൾ കെങ്കേമമാകണം എൻ്റെ വീട്ടിലെ നോമ്പുകറ എന്ന ചിന്തയാണെങ്കിൽ അതിന് പ്രത്യേകമായ പ്രതിഫലവും ഒന്നുമില്ല. നമ്മുടെ കാശ് പോയി എന്നതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല എന്ന ബോധം നമുക്ക് വേണം. അതുകൊണ്ട് ഈ നോമ്പ് നല്ല സതുദ്ദേശത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പ് നമ്മളിൽ വരുത്തുന്ന എല്ലാ പ്രതിഫലങ്ങളും മാറ്റങ്ങളും എന്നിൽ ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടുകൂടി സർവോപരി നാളെ ഭാരതത്തിന്റെ ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിശ്വാസികൾക്ക് പ്രവേശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ കവാടത്തിലൂടെ നോമ്പുകാരനായി പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം ഉണ്ടാകുവാനുള്ള ഒരു ലക്ഷ്യമായിരിക്കണം ആത്യന്തികമായി നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളിൽ നമ്മെ എവിടെയും ഉൾപ്പെടുത്തി അറിയുകയുമാണ്. ഈ പരിശുദ്ധ റമദാൻ അത് മുഴുവൻ നല്ല രീതിയിൽ നോമ്പനുഷ്ഠിച്ചു ആരാധനാകർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കി പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആൻ പാരായണവും അതുപോലെ തന്നെ രാത്രികാലങ്ങളിലെ നമസ്കാരവും മറ്റൊക്കെ ആരോഗ്യത്തോടെ നല്ല നിയത്തോടുകൂടി ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഈ പള്ളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾക്ക് സഹായിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു പിരിവുണ്ടാകുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ നമസ്കാരത്തിന് ശേഷം ബന്ധപ്പെട്ട ആളുകൾ സൂചിപ്പിക്കും. അല്ലാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അത് നിറവേറ്റി തീരുമാനമാണ്. നമ്മിൽ നിന്ന് അതിന് പറയാതെയും വന്നു പോയ പാവങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉത്തരവാദിത്വം والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قضي الحاجات. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.